നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമസ്കാരം പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഹരിപ്പാട് മുതൽ കായംകുളം വരെയുള്ളൊരു വീഡിയോ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃപ്പക്കുടം റെയിൽവേ ഓവർബ്രിഡ്ജിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഭാഗത്തായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇതിപ്പം ഈ ഒരു ഭാഗത്തെ നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ്. കഴിഞ്ഞ പ്രാവശ്യം ഒരു 2 മാസം മുമ്പേ ഹരിപ്പാട് മുതൽ തോട്ടപ്പള്ളി വരെ ഒരു വീഡിയോ ചെയ്തപ്പം അതിനകത്ത് ഈ ഒരു ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഇതിപ്പോൾ രണ്ടാമത്തെ വീഡിയോ ആണ്. നമ്മൾ ഹരിപ്പാട് നിന്ന് വിയ്യപുരം, അതായത് മാധവ ജംഗ്ഷനിൽ നിന്ന് നേരെ വിയ്യപുരം ഭാഗത്തോട്ട് പോകുമ്പോൾ ഉള്ള റോഡിൻ്റെ ഇടയ്ക്കൂടെ കടന്നു പോകുന്ന റെയിൽവേ മേൽപ്പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഏറ്റവും പുതിയ കാഴ്ചകളാണ് നമ്മളിപ്പം കാണുന്നത്. നമ്മൾ വീഡിയോ എടുത്ത ദിവസം മെയ് 10, 2026 8 മണി കഴിഞ്ഞ് 9 മണിയൊക്കെ ആ ഒരു സമയത്തെടുത്ത വീഡിയോ ആണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ടിട്ടുണ്ട്. പൈലിങ് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് പൈലിങ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി പൈലിങ് കഴിഞ്ഞ ഭാഗത്തായിട്ട് പൈൽ ക്യാപ്പ് കഴിഞ്ഞ് പിയറിൻ്റെ ഘട്ടത്തിലോട്ടാണ് വരേണ്ടത്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഈ റെയിൽ പാളം കഴിഞ്ഞേച്ച് മുമ്പോട്ട് പോകുന്നിടത്ത് പൈലിങ് കഴിഞ്ഞിട്ട് പിയറിൻ്റെ ഘട്ടത്തിലോട്ട് എത്തി നിൽക്കുന്ന ഒരു ഘട്ടത്തിലായിരുന്നു നമ്മുടെ കഴിഞ്ഞ വീഡിയോ. ഈ ഒരു ഭാഗത്തെ ഇപ്പം പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണ ഘട്ടത്തിലോട്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ ട്രെയിൻ പാളം കഴിഞ്ഞേച്ച് മുമ്പോട്ട് വരുന്ന ഭാഗത്തായിട്ടാണ് ഇപ്പം നല്ല രീതിയിൽ പണി മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ കുറച്ചുകൂടെ മുമ്പോട്ട് നോക്കുന്നിടത്ത് വലത്തേ സൈഡിലായിട്ട് റിട്ടേണിംഗ് വാളിൻ്റെ നിർമ്മാണവും പുരോഗമിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നേരെ മാധവ് ജംഗ്ഷനിലെ അണ്ടർപാസിൻ്റെ അടുത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. സാധാരണ രീതിയിൽ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡാണാപ്പടി ഭാഗത്ത് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡാണാപ്പടി മുതൽ കായംകുളം വരെയുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഇപ്രാവശ്യം ഈ ഒരു ഭാഗത്ത് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഹരിപ്പാട് മുതൽ തോട്ടപ്പള്ളി വരെ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹരിപ്പാട് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഡാണാപ്പടിയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തോട്ടപ്പള്ളി വരെയുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. അപ്പോൾ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗം കഴിഞ്ഞ് നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. നമ്മളിപ്പോൾ കാണുന്ന രീതിയിലാണ് ഡൈവർഷൻ കൊടുത്തിരിക്കുന്നത്. കുറച്ചും കൂടെ ഇടത്തേ സൈഡിലുള്ള സർവീസ് റോഡ് വഴിയാണ് ഇപ്പം കായംകുളം ഡയറക്ഷനിലോട്ടുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നത്. മാത്രമല്ല ഇവിടെ ഇപ്പോൾ ഇടയ്ക്കായിട്ടൊരു ബ്രിഡ്ജ് കൾവർട്ടിൻ്റെ ഒരു നിർമ്മാണവും കൂടി ഈ ഒരു സ്ഥലത്തായിട്ട് ഇപ്പം തുടങ്ങിയിട്ടുണ്ട്. അണ്ടർപാസ് കഴിഞ്ഞേച്ച് മുമ്പോട്ട് വരുന്ന ഭാഗത്തായിട്ട് തന്നെ വിശ്വസമുദ്ര തുടങ്ങിയിട്ടുണ്ട്. വിശ്വസമുദ്ര കമ്പനി കരാർ ഏറ്റെടുത്തിരിക്കുന്ന റീച്ചിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. കുറേ കൂടിയൊക്കെ പണി ശകലം മെച്ചപ്പെട്ടിട്ടുണ്ട്. നമ്മൾ കുറേ കൂടി മുമ്പോട്ട് പോകുന്നിടത്തായിട്ട് തന്നെ രണ്ടാമത്തെ ലെയർ ടാറിങ് വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഈ വലത്തേ സൈഡിൽ ഇവിടെ ഇപ്പം സർവീസ് റോഡ് കുറേ കൂടി ടാർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം വലത്തേ സൈഡിലുള്ള സർവീസ് റോഡ് വഴിയാണ് ഇപ്പം വാഹനങ്ങൾ ആലപ്പുഴ ഡയറക്ഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല നമ്മളിപ്പം ഹരിപ്പാട് ജംഗ്ഷൻ ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട്. വലതു ഭാഗത്തായിട്ടുള്ള പിയറിൻ്റെ നിർമ്മാണം കുറേ കൂടി പുരോഗമിച്ചിട്ടുണ്ട്. കമ്പിയൊക്കെ ഉയർത്തി വെച്ചിട്ടുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇടത്തേ സൈഡിലായിട്ട് ഒരു 8 ഗർഡറുകൾ വെച്ച ഭാഗത്തായിട്ട് ഒരു 4 ഗർഡറുകളുടെ മുകളിലായിട്ടാണ് കോൺക്രീറ്റ് വർക്കുകൾ കഴിഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞേച്ച് പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നിടത്ത് ഇത്രത്തോളം പണി കഴിഞ്ഞ് കിടക്കുകയാണ്. വലതു ഭാഗത്തായിട്ട് ഇനി പിയർ ക്യാപ്പിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചിട്ടുണ്ട്. ഇടത്തേ സൈഡിൽ ഇടയ്ക്കായിട്ടുള്ളൊരു പിയറിൻ്റെ മുകളിലായിട്ട് തന്നെ പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണമൊക്കെ നടക്കാനായിട്ട് ബാക്കിയുണ്ട്. ഹരിപ്പാട് ബസ് സ്റ്റാൻഡിലോട്ട് കയറുന്നതും ഇറങ്ങുന്നതും ഒരു വഴിയിൽ കൂടിയാണ് ഇപ്പം കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത്. അപ്പം ആ ഒരു സ്ഥലത്തായിട്ട് നമ്മൾ എത്തുമ്പം, അതായത് കായംകുളത്ത് നിന്ന് ആലപ്പുഴ ഡയറക്ഷനിലോട്ട് പോകുന്ന വാഹനങ്ങൾ ആ യാത്രക്കാർ ശ്രദ്ധിച്ച് വേണം ഹരിപ്പാട് ഭാഗത്തായിട്ട് എത്തുമ്പം. സൂപ്പർ ഫാസ്റ്റുമൊക്കെ ചിലപ്പോൾ സ്പീഡിലൊക്കെ വന്ന് തിരിഞ്ഞ് കയറാൻ പറ്റുന്നൊരു സാഹചര്യമുള്ളൊരു സ്ഥലമാണ്. നമ്മളിപ്പോൾ ഹരിപ്പാട് RK ജംഗ്ഷൻ കഴിഞ്ഞിട്ട് നേരെ മുമ്പോട്ട് ഇനി വരുന്നത് നങ്ങ്യാർകുളങ്ങര കവല വരുന്ന ഭാഗത്തേക്കാണ് വരുന്നത്. അപ്പോൾ ഇവിടെ വലത്തേ സൈഡിൽ കൂടിയായിരുന്നു നങ്ങ്യാർകുളങ്ങര കവല കഴിഞ്ഞിട്ട് ഹരിപ്പാട് ഡയറക്ഷനിലോട്ടുള്ള വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരുന്നത്. അതിപ്പം മാറിയിട്ട് ഇപ്പം ഇടത്തേ സൈഡിലായിട്ടുള്ള 3 വരിയിൽ കൂടിയാണ് ഇപ്പം നങ്ങ്യാർകുളങ്ങര കവല കഴിഞ്ഞിട്ട് ഹരിപ്പാട് ഡയറക്ഷനിലോട്ട് വരുന്ന വാഹനങ്ങളൊക്കെ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇടത്തേ സൈഡിൽ തന്നെ കുറേ RE വാൾ ബ്ലോക്കൊക്കെ കൊണ്ടുവന്ന് ലോഡ് കണക്കിന് കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ഹരിപ്പാട് ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണത്തിനും പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഉള്ള നങ്ങ്യാർകുളങ്ങര കവലയിലുള്ള അണ്ടർപാസിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് ഇറക്കി വെച്ചിരിക്കുന്നത്. മാത്രമല്ല ഇപ്പം ഇടത്തേ സൈഡിൽ കൂടിയാണ് വാഹനങ്ങൾ, ഇടത്തേ സൈഡിൽ കൂടിയുള്ള സർവീസ് റോഡ് വഴിയാണ് വാഹനങ്ങൾ കായംകുളം ഡയറക്ഷനിലോട്ട് പോകുന്നത്. മാത്രമല്ല ഇപ്പോൾ വലത്തേ സൈഡിലുള്ള ഭാഗം ഇപ്പം ക്ലിയർ ആക്കിയിട്ടിരിക്കുകയാണ്. അവരിപ്പം കുറച്ച് വൃത്തിയാക്കി തുടങ്ങിയിട്ടുണ്ട്. മിക്കവാറും രണ്ടാമത്തെ, അതായത് ഫൈനൽ ലെയർ ടാറിങ് വർക്കുകൾ ഉടൻ തന്നെ ഇപ്പം വലത്തേ സൈഡിലുള്ള ഭാഗത്തായിട്ട് ആദ്യം തീർത്തിട്ട് പിന്നെ അതുവഴി വാഹനങ്ങൾ കടത്തി വിട്ടതിന് ശേഷം ഇടതുഭാഗത്തായിട്ടുള്ള 3 വരിയിൽ ഇനി ഫൈനൽ ലെയർ ടാറിങ് വർക്കുകൾ ഉടൻ തന്നെ
തുടങ്ങാൻ പോവുകയാണെന്നാണ് തോന്നുന്നത്. കാരണം നമ്മൾ നങ്ങിയാർകുളങ്ങര കവലയൊക്കെ കഴിഞ്ഞിട്ട് മുമ്പോട്ട് പോകുന്നിടത്ത് ഇപ്പം ഫൈനൽ ലെയർ ടാറിങ് വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്, കുറച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞേച്ച് പിന്നെ രാമപുരം ഭാഗത്തോട്ട് പോകുന്നിടത്തും കുറച്ച് ടാറിങ് വർക്കുകൾ, ഫൈനൽ ലെയർ ടാറിങ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ട് വാഹനങ്ങളൊക്കെ കടത്തി വിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മളിനി നേരെ മുന്നോട്ട് നങ്ങിയാർകുളങ്ങര കവല വരുന്ന ഭാഗത്തായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വലത്തെ ഈ സൈഡിലായിട്ടുള്ള ഫ്ലാറ്റ് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നങ്ങിയാർകുളങ്ങര കവല ഭാഗത്തോട്ട് അടുക്കുമ്പോൾ ദാണ്ട് ഇവിടെ അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ടുള്ള പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് മണ്ണിട്ട് ഉയർത്തിയിട്ട് അവിടെ ടാറിങ് വർക്കുകൾ, ആദ്യത്തെ ഘട്ടത്തിലുള്ള ടാറിങ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള വാൾ ബ്ലോക്കൊക്കെ കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മുന്നോട്ട് വരുന്നിടത്ത് വലത്തെ സൈഡിലായിട്ട് തന്നെ മണ്ണ് നീക്കം ചെയ്തിട്ട് ബാക്കിയുള്ള വാൾ ബ്ലോക്കൊക്കെ വെച്ച് ഉയർത്തി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഫ്ലാറ്റിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. ഫ്ലാറ്റിൻ്റെ കുറച്ച് ഭാഗമൊക്കെ പൊളിച്ചു മാറ്റി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഭിത്തിയൊക്കെ ഇടിച്ച് തുടങ്ങുന്ന പണിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായിട്ടും പൊളിച്ചു മാറ്റുന്ന പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും, ആ ഫ്രണ്ടിലുള്ള ഭിത്തിയൊക്കെ പൊളിച്ച് തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ജനലിൻ്റെയൊക്കെ ഫ്രെയിമൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ജനലെല്ലാം ഇളക്കി മാറ്റി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നങ്ങിയാർകുളങ്ങരയിലെ അണ്ടർപാസിൻ്റെ നിർമ്മാണം വലത്തെ സൈഡിലായിട്ടുള്ള ഭാഗത്ത് മാത്രമാണ് ഇപ്പം കോൺക്രീറ്റ് വർക്കുകൾ കഴിഞ്ഞ് കിടക്കുന്നത്. ഇടത്തെ സൈഡിലായിട്ട് ഇനി ബാക്കിയുള്ള തൂണുകളുടെ മുകളിലായിട്ട് ഗർഡറുകൾ സ്ഥാപിക്കേണ്ട പണികളുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് വർക്കുകളൊക്കെ കഴിഞ്ഞ് വരണം. നേരെ മുമ്പോട്ട് പോവുകയാണ്. ഇവിടെ പഴയതുപോലൊക്കെ തന്നെയാണ്. ഏതാണ്ട് ഈ ഒരു ഏരിയയിലായിട്ട് നമുക്ക് പിന്നെ പറയത്തക്ക രീതിയിൽ വലിയ പണികളൊന്നും നടന്നിട്ടില്ല. വലത്തെ സൈഡിലായിട്ട് കുറച്ച് വാൾ ബ്ലോക്ക് ഉയർത്തിയിട്ടുണ്ട്, മണ്ണിട്ട് കുറച്ച് നികത്തി എടുത്തിട്ടുണ്ട്. സർവീസ് റോഡിൻ്റെ നിർമ്മാണവും വലത്തെ സൈഡിലായിട്ട് കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിത് ഇവിടുന്ന് മുമ്പോട്ട് നമ്മളിപ്പോൾ ഈ ഭുവി കൺവെൻഷൻ സെൻറ്റർ ആ ഒരു ഭാഗത്തായിട്ട് എത്തുമ്പോഴാണ് രണ്ടാമത്തെ ലെയർ, അതായത് ഫൈനൽ ലെയർ ടാറിങ് വർക്കുകൾ ഈ ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞ് കിടക്കുകയാണ്. അതിപ്പം കുറച്ച് നാളിന് മുമ്പേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഈ ഒരു ഭാഗത്തെ കാഴ്ചകൾ കാണിച്ചിട്ട് 1 മാസത്തിന് മുകളിലായിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ വീണ്ടും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് എത്തിയത്. ഇവിടുന്ന് നമ്മളിനി നേരെ മുമ്പോട്ട് കാഞ്ഞൂർ ക്ഷേത്രവും പിന്നെ NTPC ജംഗ്ഷൻ ഭാഗത്തായിട്ടുള്ള അണ്ടർപാസിൻ്റെയൊക്കെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ വരെ ഫൈനൽ ലെയർ ടാറിങ് വർക്കുകൾ കഴിഞ്ഞ് കിടക്കുകയാണ്. ഇപ്പം ഇടത്തെ സൈഡിലായിട്ടുള്ളതാണ് ഭുവി കൺവെൻഷൻ സെൻറ്റർ. അപ്പോൾ ഇവിടെ ഇത്രത്തോളം പണി കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി ഇനി പണികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പോട്ട് വരുമ്പോൾ ഉള്ള അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തായിട്ടുള്ള പണികളാണ്. ഇവിടെ ഇപ്പം ഈ കഴിഞ്ഞ 2 ഫൈനൽ ലെയർ ടാറിങ് വർക്കുകൾ കഴിഞ്ഞതിൻ്റെയൊക്കെ മീഡിയൻ വരുന്നിടത്തൊക്കെ ആയിട്ടുള്ള പണികൾ ഇനിയും പുരോഗമിക്കാനുണ്ട്. ഇടത്തെ സൈഡിലായിട്ട് ക്രാഷ് ബാരിയറിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വെള്ളയും കറുപ്പും പെയിൻ്റൊക്കെ അടിച്ചിട്ടുള്ള പണികൾ കുറച്ച് പുരോഗമിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും. മുമ്പോട്ട് നമ്മളിപ്പം കാഞ്ഞൂർ ഭഗവതി ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടാണ് എത്തുന്നത്. അത് കഴിഞ്ഞേച്ച് മുമ്പോട്ട് വരുന്നിടത്തായിട്ടാണ് അണ്ടർപാസ് ഉള്ളത്. ഇപ്പോൾ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡ് വരുന്ന ഭാഗത്തായിട്ടുള്ള പണികൾ താണ്ട് ഇത്രത്തോളം കഴിഞ്ഞ് കിടക്കുകയാണ്. ഒരു സൈഡിലായിട്ട് വലത്തെ സൈഡിലായിട്ട് ടാറിങ് വർക്കുകളുടെ ഘട്ടത്തിലോട്ട് എത്തി നിൽക്കുകയാണ്. ഇടത്തെ സൈഡിലായിട്ട് ഇനിയും പണികൾ പുരോഗമിക്കാനുണ്ട്. മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണിയുണ്ട്. മാത്രമല്ല ഫ്രിക്ഷൻ സ്ലാബൊക്കെ ഇടത്തെ സൈഡിലായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞേച്ച് മുമ്പോട്ട് കുറച്ച് ഭാഗം ടാറിങ് വർക്കുകൾ നേരത്തെ കഴിഞ്ഞതാണ്. അത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലും ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. അത്രത്തോളം പണി കഴിഞ്ഞ് കിടക്കുകയാണ്. ഇതാണ് നമ്മുടെ ഈ ഒരു ഏരിയയിലെ കാഴ്ചകൾ. ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഇതാണ്. അത് കഴിഞ്ഞേച്ച് നമ്മളിനി നേരെ വരുന്നത് ചേപ്പാട് ഭാഗത്തോട്ടാണ് വരുന്നത്. ചേപ്പാട് പിന്നെ ആലപ്പുഴ ജില്ലയിലെ ഏക വയഡക്റ്റിൻ്റെ നിർമ്മാണമാണ് ചേപ്പാട് ഭാഗത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. NTPC അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് 2 സൈഡിലും സർവീസ് റോഡ് വഴിയാണ് വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് കുറേ കൂടി മുന്നോട്ട് ഇടത്തെ സൈഡിലുള്ള സർവീസ് റോഡ് വഴിയാണ് ചേപ്പാട് വരെ വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഇവിടുന്ന് പിന്നെ അപ്രോച്ച് റോഡിൻ്റെ പണി തുടങ്ങും. ചേപ്പാട് വയഡക്റ്റിൻ്റെ നിർമ്മാണം കഴിഞ്ഞ ഉടൻ തന്നെ പിന്നെ അപ്രോച്ച് റോഡുകളുടെ നിർമ്മാണം ഈ ഒരു ഭാഗത്തായിട്ട് പിന്നെ തുടങ്ങും. വലത്തെ സൈഡിൽ ഈ ഒരു ഏരിയയിലായിട്ട് പിന്നെ സർവീസ് റോഡിൻ്റെയൊക്കെ നിർമ്മാണം നടക്കാനുണ്ട്. ചേപ്പാട് ഇപ്പം നമുക്ക് എത്തിക്കഴിഞ്ഞാൽ പള്ളിയുടെ മുമ്പിലായിട്ട് ഇപ്പോൾ പൈലിംഗ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്ന പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പള്ളിയുടെ ഒരു ഫ്രണ്ടിലായിട്ട് തന്നെ മൊത്തത്തിൽ കോൺക്രീറ്റ് ബാരിക്കേഡ് കൊണ്ടുവന്ന് അടുക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ വലത്തെ സൈഡിലായിട്ട് പൈലിങ്ങും പിയർ ക്യാപ്പിൻ്റെയൊക്കെ നിർമ്മാണം ഘട്ടം കഴിഞ്ഞ ഭാഗത്തായിട്ട് വലത്തെ സൈഡിലായിട്ട് കോൺക്രീറ്റ് വർക്കുകൾ ഇത്രത്തോളം ഭാഗത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇടത്തെ സൈഡിലായിട്ട് നമ്മൾ കാണുന്ന ഭാഗത്തായിട്ട് തൂണുകളുടെ നിർമ്മാണം ഇങ്ങനെ നിൽക്കുകയാണ്. തൂണിൻ്റെ മുകളിലായിട്ട് വരുന്ന ഒരു പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണ ഘട്ടം ഇപ്പം അവസാനം എൻഡിലായിട്ട് 2 എണ്ണത്തിലായിട്ട് ഇപ്പം തുടങ്ങാൻ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വലുതായിട്ട് തുടങ്ങിയിട്ടില്ല. അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ഗർഡറുകളുടെയൊക്കെ നിർമ്മാണമാണ് ഈ ഒരു ഏരിയയിലായിട്ട് ബാക്കിയായിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ മുമ്പോട്ട് വരുന്നിടത്ത് അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് 2, അതായത് വയഡക്റ്റിന് വേണ്ടിയിട്ടുള്ള അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് 2 സൈഡിലായിട്ട് ഈ ഒരു ഏരിയയിൽ ഇടത്തെ സൈഡിലും വലത്തെ സൈഡിലും ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് വാൾ ബ്ലോക്ക് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെയാണെന്ന് തോന്നുന്നു. വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാതെ നിൽക്കുകയാണ്.
പിന്നെ ഇവിടുന്ന് രാമപുരം അണ്ടർപാസ് എത്തുന്നിടം വരെയുള്ള ഭാഗത്തെ പണികൾ ഏറെക്കുറെയൊക്കെ കഴിഞ്ഞ് കിടക്കുകയാണ്. ഫൈനൽ ലെയർ ടാറിംഗ് വർക്കുകളുടെ ഘട്ടത്തിലോട്ടാണ് പോകേണ്ടത്. കുറച്ച് ഗ്യാപ്പ് ഈ ഒരു ഭാഗത്തായിട്ടൊക്കെ ഉണ്ട് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട്. ചേപ്പാട് വയഡക്റ്റിൻ്റെയൊക്കെ നിർമ്മാണം കഴിഞ്ഞേച്ച് പിന്നെ നമ്മൾ നേരെ രാമപുരം ക്ഷേത്രം കഴിഞ്ഞ് രാമപുരം അണ്ടർപാസിൻ്റെയൊക്കെ നിർമ്മാണം നടക്കുന്ന ഭാഗം വരെ ആദ്യത്തെ ലെയർ ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞ് കിടക്കുകയാണ്. പക്ഷേ ഇതുവഴി വാഹനങ്ങളിപ്പം പ്രധാനപ്പെട്ട 3 വരി കൂടിയൊന്നും കടത്തി വിടുന്നില്ല. ഇവിടെയും 2 സൈഡിലുമുള്ള സർവീസ് റോഡ് വഴിയാണ് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ ഇവിടെയും നോക്കിക്കഴിഞ്ഞാൽ മീഡിയൻ വരുന്ന ഭാഗത്തൊക്കെ ആയിട്ട് ഗ്യാപ്പുണ്ട്, ക്രാഷ് ബാരിയർ വരുന്ന ഭാഗത്തൊക്കെ ആയിട്ട് ഗ്യാപ്പുണ്ട്. അതൊക്കെ ഫില്ല് ചെയ്തെടുക്കേണ്ട പണികളുണ്ട്. മാത്രമല്ല ഇവിടെ തന്നെ ഈ വെള്ളയും കറുപ്പും ഒക്കെ ക്രാഷ് ബാരിയറിനകത്ത് പെയിൻ്റ് അടിക്കാനുണ്ട്. രണ്ടാമത്തെ ലെയർ ടാറിംഗ് വർക്കുകൾ കിടപ്പുണ്ട്. സ്ട്രീറ്റ് ലൈറ്റിന് വേണ്ടിയിട്ടുള്ള പോസ്റ്റ് സ്ഥാപിക്കേണ്ടതൊക്കെ പണികളൊക്കെ നമ്മൾ രാമപുരം അണ്ടർപാസ് എത്തുന്നിടം വരെയുള്ള ഭാഗത്തായിട്ടൊക്കെ ഇനി പണി പുരോഗമിക്കാനായിട്ടുള്ളതാണ്. നമ്മൾ പിന്നെ നേരെ മുമ്പോട്ട് രാമപുരം അണ്ടർപാസാണ് അങ്ങ് ദൂരെ കാണുന്നത്. അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ടുള്ള മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണികൾ കുറച്ചൊക്കെ ഇപ്പുറത്തെ സൈഡിലായിട്ട് ഇനി നടക്കാനുണ്ട്. അപ്പുറത്തെ സൈഡിലായിട്ട് ഏകദേശമൊക്കെ മണ്ണിട്ട് ഉയർത്തിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെയൊക്കെ നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ പുതിയതായിട്ടിപ്പം ഡ്രെഡ്ജ് ചെയ്തെടുത്തിട്ടുള്ള മണ്ണാണ് രാമപുരം അണ്ടർപാസിന് വേണ്ടിയിട്ടിപ്പം അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 3 പാളിയോളം ആറിവാൾ ബ്ലോക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിലായിട്ട് തന്നെ മണ്ണിട്ട് ഒരു സൈഡിൽ നിന്ന് നികത്തിയെടുത്തുകൊണ്ട് വരികയാണ്. നമുക്കിപ്പം ഇവിടെ ഇടത്തെ സൈഡിലായിട്ട് ആറിവാൾ ബ്ലോക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഫ്രിക്ഷൻ സ്ലാബ് വെക്കുന്ന ഘട്ടത്തിലോട്ട് എത്തി കഴിഞ്ഞിരിക്കുകയാണ്. മണ്ണ് പൂർണ്ണമായിട്ടും ചുമന്ന മണ്ണാണ് അപ്പുറത്തെ സൈഡിലായിട്ട് അടിച്ച് നികത്തിയെടുത്ത് കഴിഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞേച്ച് പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് പോകുന്നിടത്ത് ഫൈനൽ ലെയർ ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞ് കിടക്കുകയാണ്. അത് നമ്മുടെ LMX മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ കഴിഞ്ഞേച്ച് നേരെ സ്പിന്നിങ് മില്ലിൻ്റെ അടുത്ത് വരെ, ആലപ്പുഴ കോ ഓപ്പറേറ്റീവ് സ്പിന്നിങ് മില്ലിൻ്റെ അടുത്ത് വരെ ഫൈനൽ ലെയർ ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞ് കിടക്കുകയാണ്. ഇവിടെ ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ഇടത്തെ സൈഡിലായിട്ടുള്ള 3 വരിയിലായിരുന്നു ആദ്യമേ ടാറിംഗ് വർക്കുകൾ ഫൈനൽ ലെയർ കഴിഞ്ഞ്. അത് ഇപ്പം കഴിഞ്ഞിപ്പം വലത്തെ സൈഡിലായിട്ടുള്ള ഭാഗത്തും ഫൈനൽ ലെയർ ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. നിലവിലിപ്പോൾ ഹരിപ്പാട് നിന്ന് നേരെ കായംകുളം ഭാഗത്തോട്ട് പോകുന്ന വാഹനങ്ങൾ ഇടത്തെ സൈഡിലുള്ള സർവീസ് റോഡ് വഴിയാണ് കുറേ ദൂരം പോകുന്നത്. പിന്നെ കായംകുളത്തു നിന്ന് ഹരിപ്പാട് ഭാഗത്തോട്ട് പോകേണ്ട വാഹനങ്ങൾ വലത്തെ സൈഡിൽ ഫൈനൽ ലെയർ ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞ ഭാഗത്തൂടെയാണ് കടന്നു പോകുന്നത്. നമുക്കിപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വലത്തെ സൈഡിലായിട്ടുള്ള 3 വരി കൂടെ ഒരിക്കലും വലിയ സ്പീഡിൽ വരാൻ ശ്രമിക്കരുത്. അതുകൊണ്ട് നമുക്കിപ്പം ചില വാഹനങ്ങൾക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഓപ്പണാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു കാറൊക്കെ കയറി ക്രോസ് ചെയ്ത് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ കായംകുളം ഭാഗത്ത് നിന്ന് ഹരിപ്പാട് ഭാഗത്തോട്ട് വരുന്ന വാഹനങ്ങൾ അല്പം ശ്രദ്ധയോടെ വരാൻ ശ്രമിക്കുക. ഇപ്പോൾ ഈ ഒരു റോഡ് കണ്ടു കഴിഞ്ഞാൽ സ്പീഡ് കുറച്ച് ആർക്കും പോകാതിരിക്കാൻ പറ്റത്തില്ല. എല്ലാവരും ഒരുപാട് ബ്ലോക്കിൽ പെട്ട് കടന്നേച്ച് പിന്നെ ഈ ഇത്രത്തോളം പണി കഴിഞ്ഞ് ഒരു ഭാഗത്തോടി വരുമ്പം സ്പീഡിൽ കയറി വരും. മാത്രമല്ല വാഹനങ്ങൾക്ക് ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞ ആ ഒരു സ്ഥലത്ത് മാത്രമല്ല, നമ്മളിപ്പോൾ മുമ്പോട്ട് വരുന്നിടത്ത് പല സ്ഥലത്തും ഗ്യാപ്പിട്ട് കൊടുത്തിട്ടുണ്ട് വാഹനങ്ങൾ ക്രോസ് ചെയ്ത് പോകുന്നതിന് വേണ്ടിയിട്ട്. അതിപ്പോൾ എന്താണ്ട് ഞാനിപ്പോൾ പറഞ്ഞ സമയത്ത് തന്നെ ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏത് സമയത്തും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന വാഹനങ്ങൾ എത്രത്തോളം സ്പീഡിൽ നമുക്ക് വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് ഈ ക്രോസ് ചെയ്ത് പോകുന്നവരാണ് ശ്രദ്ധിക്കേണ്ടത്. വാഹനങ്ങൾ സ്പീഡിൽ വരുന്നവർക്ക് പെട്ടെന്ന് ബ്രേക്ക് പിടിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരും. അതുകൊണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് വാഹനങ്ങളൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ട്. നമ്മളിപ്പം LMX മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ കഴിഞ്ഞേച്ച് നേരെ മുമ്പോട്ട് പോവുകയാണ്. നമ്മളിപ്പം വലത്തേ സൈഡിലായിട്ട് കഴിഞ്ഞു പോയ ഭാഗത്തായിട്ട് വലിയൊരു ബിൽഡിങ്ങാണ് ഹോസ്പിറ്റൽ. അത് കഴിഞ്ഞേച്ച് നമ്മളിനി നേരെ വരുന്നത് സ്പിന്നിങ് മില്ലിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. അത് കഴിഞ്ഞേച്ച് നമ്മൾ മുമ്പോട്ട് നേരെ കാണുന്നത് പുത്തൻ റോഡ് ഭാഗത്തായിട്ടുള്ള അണ്ടർപാസിൻ്റെ നിർമ്മാണമാണ്. അതുകൊണ്ട് ഇവിടെ വരെയാണ് ഫൈനൽ ലെയർ ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞ് കിടക്കുന്നത്. നമ്മളിപ്പം കരിയിലക്കുളങ്ങര കഴിഞ്ഞേച്ച് നേരെ പുത്തൻ റോഡ് അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പം ഈ കാണുന്ന ഭാഗത്തൊന്നും പിന്നെ സ്ട്രീറ്റ് ലൈറ്റ് വെച്ചൊന്നും തുടങ്ങിയിട്ടൊന്നുമില്ല. ആ പണിയൊക്കെ ഇങ്ങനെ പെൻഡിങ്ങിൽ കിടക്കുകയാണ്. മാത്രമല്ല അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ പണികളും പറയത്തക്ക രീതിയിൽ വലിയ സ്പീഡിലൊന്നുമല്ല നടക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഓരോ ലോഡ് കൊണ്ടുവന്നിടും, അത് നികത്തിയെടുക്കും, അങ്ങനെയൊക്കെയുള്ള പണികളാണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ ഈ ഒരു അണ്ടർപാസിൻ്റെയൊക്കെ പണിക്ക് വേണ്ടിയിട്ട് ഡ്രഡ്ജ് ചെയ്തിട്ടുള്ള മണ്ണാണ് കൊണ്ടുവന്ന് അടിച്ച് നിരത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും നമുക്കിപ്പം അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ടിപ്പം ആറിവാൾ ബ്ലോക്ക് വെക്കാനൊക്കെ ആയിട്ട് ബാക്കിയുണ്ട്. നമ്മൾ അണ്ടർപാസിൻ്റെ ആ ഒരു ഭാഗം കഴിഞ്ഞേച്ച് അപ്പുറത്തെ സൈഡിലായിട്ടുള്ള ഭാഗത്തായിട്ട് തന്നെ ആറിവാൾ ബ്ലോക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫ്രിക്ഷൻ സ്ലാബ് വെക്കുന്ന ഘട്ടത്തിലോട്ട് എത്തിയിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ പണികൾ മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണികൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫ്രിക്ഷൻ സ്ലാബ് വെക്കുന്ന പണികളാണ് ഈ ഒരു സൈഡിലായിട്ട് ഇനി വരാനുള്ളത്. അത് കഴിഞ്ഞേച്ച് പിന്നെ നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. പുത്തൻ റോഡിൻ്റെ അണ്ടർപാസിൻ്റെയൊക്കെ നിർമ്മാണം നടക്കുന്ന ഭാഗം കഴിഞ്ഞേച്ച് കഴിഞ്ഞാൽ നമ്മൾ മുമ്പോട്ട് നേരെ
കുറ്റുകുളങ്ങര ഭാഗത്തായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വിശ്വസമുദ്രയുടെ അടുത്തൊരു റീച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു ഭാഗത്ത് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസമുദ്രയാണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. പക്ഷേ രേഖകളിലെല്ലാം സിയു ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. പക്ഷേ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസമുദ്രയാണ്. നേരെ മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ ഏകദേശമൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് കിടക്കുകയാണ്. പണികളെങ്കിലും ഉണ്ട്. ഇടത്തെ ഈ സൈഡിലായിട്ട് തന്നെ ഡ്രൈനേജിൻ്റെ പണി പുരോഗമിക്കാനുണ്ട്. സർവീസ് റോഡ് വരുന്ന ഭാഗത്തായിട്ട് തന്നെ ഇപ്പോൾ കഴിഞ്ഞു പോയ ഭാഗത്ത് കുറേ കൂടിയൊക്കെ പണികൾ നടക്കാനൊക്കെ ആയിട്ട് ബാക്കിയുണ്ട്. മുമ്പോട്ട് വരുന്നിടത്ത് പിന്നെ മീഡിയൻ വരുന്ന ഭാഗത്തൊക്കെ ആയിട്ട് പണികൾ കിടക്കുകയാണ്. ഗ്യാപ്പൊക്കെ ഇങ്ങനെ ഉണ്ട്. നമ്മൾ കുറ്റുകുളങ്ങര കഴിഞ്ഞ് പിന്നെ നേരെ മുമ്പോട്ട് MSM കോളേജ് ഭാഗത്തായിട്ടുള്ള ONK ജംഗ്ഷൻ അവിടെയുള്ള അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തായിട്ടാണ് പണിയുള്ളത്. അതിനിടയ്ക്ക് അതായത് നമ്മൾ ഈ കുറ്റുകുളങ്ങര കഴിഞ്ഞ് ONK ജംഗ്ഷനിലുള്ള അണ്ടർപാസിൻ്റെ അടുത്ത് വരെയുള്ള ഈ ഒരു സ്ഥലത്ത് പറയത്തക്ക രീതിയിലുള്ള വലിയ മാറ്റങ്ങളൊന്നുമില്ല. നമ്മൾ പലപ്പോഴും വീഡിയോ ചെയ്ത് പോകുമ്പം ഈ ഒരു ഭാഗം പഴയ പോലെ തന്നെ കിടക്കുകയാണ്. വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാതെ കുറച്ച് ഫ്രിക്ഷൻ സ്ലാബും പിന്നെ കുറച്ച് റീവാൾ ബ്ലോക്കും ഒക്കെ കൊണ്ടുവന്ന് വെച്ച് ഇതേപോലെ തന്നെ ഇരിക്കുകയാണ്. വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെ. വലത്തെ സൈഡിലായിട്ട് കുറച്ച് GSB ഒക്കെ ഇട്ട് തീരേണ്ട ഭാഗത്തേക്ക് പണികളൊക്കെ ഇങ്ങനെ പെൻഡിങ്ങിൽ കിടക്കുകയാണ്. വലതു ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സർവീസ് റോഡ് വരുന്ന ഭാഗത്തായിട്ട് ഇപ്പം നിലവിൽ പോസ്റ്റ് ഇപ്പോഴും നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് വരികയാണ്. നേരെ MSM കോളേജ് വരുന്ന ഭാഗം. അത് കഴിഞ്ഞ് ONK ജംഗ്ഷനിൽ അണ്ടർപാസിൻ്റെ അടുത്തായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ടുള്ള ഫ്രിക്ഷൻ സ്ലാബും റിവാൾ ബ്ലോക്കും ഒക്കെയാണ് ഈ ഒരു ഭാഗത്തായിട്ടുള്ളത്. കുറച്ച് ടാറിംഗ് വർക്കുകൾ ഈ ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്രോച്ച് റോഡിൻ്റെ പണി നടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ കുറച്ച് ആദ്യത്തെ ലെയർ ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് നല്ല ലോഡ് ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് ഡ്രഡ്ജ് ചെയ്തിട്ടുള്ള മണ്ണ് കൊണ്ടുവന്നിട്ട് തുടങ്ങിയിട്ടുണ്ട്. കൂന കൂട്ടി വെച്ചിരിക്കുകയാണ്. ഇട്ട് തുടങ്ങിയ പണി ആക്റ്റീവായിട്ട് നടക്കുന്നില്ല. കൊണ്ടുവന്ന് അടിച്ചു കൂട്ടി ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പുറത്തെ സൈഡിലായിട്ടാണ് പണി നല്ലോണം നടക്കുന്നത്. ഇനി അണ്ടർപാസ് കഴിഞ്ഞേച്ച് മുമ്പോട്ട് വരുന്ന ഭാഗത്തായിട്ട് പണി പുരോഗമിക്കാനുണ്ട്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വലത്തെ സൈഡിലായിട്ട് അവിടെ നേരത്തെ പിടിച്ച് തന്നെ കുറേ പോസ്റ്റുകൾ ഇപ്പോൾ ഉണ്ട്. വലതുഭാഗത്ത് സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ പണി അവിടെ നിന്ന് ക്ലിയർ ആക്കിയിട്ട് ഇപ്പം എനിക്ക് തോന്നുന്നത് GSP കുറച്ച് നികത്തിയിട്ടിട്ടുണ്ട്. ഇടത്തെ സൈഡിൽ റിട്ടൈനിങ് വാളിൻ്റെ നിർമ്മാണം കുറച്ച് ഗ്യാപ്പിട്ട് നടത്തിയിരിക്കുന്നത് കാണാൻ പറ്റും. ഇടത്തെ സൈഡിലായിട്ടാണ് വിശ്വസമുദ്രയുടെ യാർഡുള്ളത്. അവിടെ നിന്നാണ് ഈ ഒരു ഏരിയയിലോട്ടുള്ള പണി സാധനങ്ങളും പണിക്ക് വേണ്ടിയിട്ടുള്ള സിമെൻറ്റും അതും ഇതുമെല്ലാം കൊണ്ടുപോകുന്നത്. പാലത്തിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നമ്മൾ ഓച്ചിറ മുതൽ കായംകുളം വരെയുള്ള വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹരിപ്പാട് മുതൽ കായംകുളം വരെയുള്ള അപ്ഡേറ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്കെങ്കിലും തരാതെ പോകരുത്. ലൈക്ക് അടിച്ച് കഴിഞ്ഞാൽ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു സാധനം കൂടെ കാണിക്കും. അതിനകത്തൂടെ പിടിച്ച് ഞെക്കിയിട്ടേ പോകാവുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തുന്നതായിരിക്കും. കാത്തിരിക്കുക.